ഒരു സാധാരണക്കാരിയെ വളർന്നു വന്നവൾ നാം ഇപ്പോൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളോ സന്തോഷങ്ങളോ അന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ ഇതാ ഇപ്പോൾ അൾത്താരയ്ക്ക് മുന്നിൽ വണങ്ങുന്ന ഒരു വിശുദ്ധിയായി മാറിയിരുന്നു. വിശുദ്ധ അൽഫോൻസാമയെ പോലെ എന്ത് സഹനമുണ്ടായാലും എന്ത് ക്ലേശങ്ങളുണ്ടായാലും ഞാനൊരു ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമ അനേകരായ സുവിശേഷത്തിന്റെ ആവേശം പകരുവാൻ വിശുദ്ധ അനുകൂലത്തിലെ അഗ്നി കൊടുക്കുവാൻ പീഠത്തിന്മേൽ ഉയർത്തിവിളിക്കപ്പെട്ട വിളക്കാണവൻ. ജീവിത വിശുദ്ധിയിലൂടെ അനിവാര്യമായ ഒരു മാതൃകയായവൻ കേരളത്തിലെ കൊടുമാളൂർ ഇടവകയിലെ കുന്നത്തേപ്പാടത്തെ കുടുംബത്തിൽ 1910 ആഗസ്റ്റ് മാസം 19-ാം തീയതി അന്നംകുട്ടി അൽഫോൻസ പൂജിതരായി. ചെറുപ്പത്തിൽ തന്നെ ഒരു കന്യാസിയാകണമെന്ന ആഗ്രഹവുമായി ആ കൊച്ചു മനസ്സ് നൽകിയിരുന്നു. യേശുവിനാൽ സന്യാസ ജീവിതത്തിലേക്ക് അറിയിക്കപ്പെട്ട അവർ യേശുവിന് വേണ്ടി സന്യാസ ജീവിതത്തിൽ ജീവിച്ചു. സഹോദരങ്ങളുടെ പഠനശാലയിൽ സ്നേഹം, സത്യം, സേവനം, പ്രാർത്ഥന, നോമ്പ്, ഉപവാസം എന്ന് പരിശീലിച്ചു. അൽഫോൻസാമ കരുതലും ജീവിതവും സമന്വയിച്ച ഒരു സാധ്യതയായി ത്യാഗമായിരുന്നു. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിന്റെ മാറ്റം എന്താണെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത വിശുദ്ധ അൽഫോൻസാമ 1946 ജൂലൈ 28-ന് തന്നെ സഹനത്തിന് പൂർത്തിയാക്കി. അങ്ങനെ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായി ലോകത്തിലെ വിശേഷ ഭാരതത്തിൽ എന്ന വിശുദ്ധിയെയും പരിമളവും വരുത്തുന്നു. കർത്താവെ എന്ന സ്നേഹ